പൊതുജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അഴിമതി സാർവത്രികമാകുന്നതിൻ്റെ നാണം കെടുത്തുന്ന വാർത്തകളാണ് നമുക്ക് ചുറ്റും എന്നും കേൾക്കുന്നത്. അങ്ങനെ ഒരു വാർത്ത കേൾക്കാതെ ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല. പൊതുപ്രവർത്തകർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥ പ്രമുഖർ, നിയമപാലനം ഉറപ്പാക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് വേണ്ട ഒരു ഓഫീസിലെ പിയൂൺ വരെ സേവനങ്ങൾക്കായി സാധാരണ ജനങ്ങൾക്ക് സമീപിക്കേണ്ടി വരുന്ന അധികാര സ്ഥാനങ്ങളിലെല്ലാം കൈക്കൂലിയുടെയും അഴിമതിയുടെയും ദുർഗന്ധം വമിക്കുന്ന മാലിന്യക്കുഴികളായി മാറി. ഇത് നാടിൻ്റെ ശാപമെന്നേ പറയാനാവൂ. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് LP സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാൻ 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയതിന് തൊടുപുഴ നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ CT അജി, ഇടനിലക്കാരനായ കോൺട്രാക്ടർ റോഷൻ സർഗം എന്നിവർ അറസ്റ്റിലായത്. അവരെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് കൂടുതൽ പരാതികൾ അവർക്കെതിരെ ഉയർന്നു വന്നത്. കൈക്കൂലി നൽകാൻ പ്രേരിപ്പിച്ചതോ നഗരസഭാ അധ്യക്ഷൻ സനീഷ് ജോർജും. ഇയാൾ കേസിലെ 2ാം പ്രതിയാണ്. അപ്പോൾ രാഷ്ട്രീയക്കാരനും ഉദ്യോഗസ്ഥനും കരാറുകാരനും ഈ ചങ്ങലയിലെ കണ്ണികളായി. ഇങ്ങനെ ഓരോ ദിവസവും പല ജില്ലകളിൽ നിന്നായി, പല ഓഫീസുകളിൽ നിന്നായി, പല വകുപ്പുകളിൽ നിന്നായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ പുറത്തു വരുമ്പോഴും പല കേസുകളിലും പ്രതികൾ ശിക്ഷിക്കപ്പെടുമ്പോഴും അഴിമതി എന്ന ദുർഭൂതത്തിന് മാത്രം ഒരു കടിഞ്ഞാണുമില്ല. അഴിമതി മുക്ത ഭരണമാണ് ഏത് സർക്കാരിൻ്റെയും ഭരണ വാഗ്ദാനങ്ങളിലെ 1ാം നമ്പർ. അതിന് പ്രതിജ്ഞാബദ്ധമാണെന്ന് ഓരോ സർക്കാരും ആവർത്തിച്ച് പറയും. അഴിമതിയുടെ തോത് കുറയ്ക്കാനായെന്ന് സർക്കാരുകൾ ആണയിടും. വിവിധ സർക്കാർ വകുപ്പുകളുടെ വിജിലൻസ് വിഭാഗം രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ പ്രതികളായ കേസുകളുടെ കണക്ക് ഇടയ്ക്കിടെ മാധ്യമങ്ങളിൽ കറുത്ത തമാശയായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. കേസുകളുടെ ഈ അതിധാരാളിത്തത്തിനിടയിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന ശുഭവാർത്തകളും എത്തുന്നുണ്ടെന്നത് കാണാതിരിക്കരുത്. ബാങ്കിൽ നിന്നും വായ്പ എടുക്കുന്നതിന് വേണ്ടുന്ന റവന്യൂ രേഖകൾ നൽകുന്നതിന് കൈക്കൂലി വാങ്ങിയ കാട്ടക്കട വീരണകാവ് വില്ലേജ് ഓഫീസിലെ മുൻ അസിസ്റ്റന്റ് P ബാബു കാണിക്ക് വിജിലൻസ് കോടതി 4 വർഷ കഠിന തടവും 15,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച വാർത്തയും നമ്മൾ കണ്ടു. 3,000 രൂപയുടെ കൈക്കൂലി കേസിലാണ് 8 വർഷത്തെ കോടതി നടപടികൾ ഉണ്ടായത്. ഇത് നിയമങ്ങളുടെയും നീതിയുടെയും വഴി എത്ര ദുർഘടവും ദൂരദൈർഘ്യവുമുള്ളതാണെന്ന് വ്യക്തമാക്കുന്നു. പൊതുരംഗത്ത് മൂല്യബോധം നഷ്ടമായത് മാത്രമല്ല, അഴിമതി ഇത്രയും വ്യാപകമാകാൻ കാരണം ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ കാലത്തിൻ്റെ വികല സങ്കല്പം മാറേണ്ടതുണ്ട്. സ്വത്ത് സമ്പാദനവും ആഡംബരങ്ങളുമാണ് ഒരാളുടെ സാമൂഹിക പദവിയും സ്ഥാനവും നിർണ്ണയിക്കുന്നതെന്ന ദുർചിന്ത മാറാത്തിടത്തോളം ധനാർത്ഥിയും അതിനുള്ള ദുഷ്ടമാർഗങ്ങളും തുടരുക തന്നെ ചെയ്യും. വീണ്ടും വീണ്ടും കൈക്കൂലിയും അഴിമതിയും നടത്തുകയും ചെയ്യും. അതേസമയം ഉദ്യോഗസ്ഥരുടെ അഴിമതിക്ക് കൂച്ചുവിലങ്ങിടേണ്ട ഉത്തരവാദിത്വം ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിനും രാഷ്ട്രീയത്തിലെ അഴിമതി നിയന്ത്രിക്കേണ്ട ബാധ്യത രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വങ്ങൾക്കുമുണ്ട്. അത് കാണാതെ പോകരുത്. പരിശോധനകൾ കർശനമാക്കുകയും പിടിക്കപ്പെടുന്നവരുടെ രാഷ്ട്രീയ മുഖം നോക്കാതെ കടുത്ത നടപടി സ്വീകരിക്കുകയും അഴിമതിക്കാരെന്ന് തെളിയുന്ന ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുകയുമാണ് പോംവഴി. ഇതില്ലാത്തിടത്തോളം കാലം ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇന്ന് ഏത് സർക്കാർ ഓഫീസിൽ ചെന്നാലാണ് കൈക്കൂലി കൊടുക്കേണ്ടാത്തത്? പൊതുജനം ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന വകുപ്പാണ് റവന്യൂവും പഞ്ചായത്തും ആരോഗ്യവകുപ്പും ഒക്കെ. എല്ലാ വകുപ്പുകളിലും, ഈ പറഞ്ഞ എല്ലാ വകുപ്പുകളിലും അഴിമതിയുടെ കൂത്തരങ്ങാണ്. കഴിഞ്ഞ ദിവസം ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, NCCക്ക് പോകാനായിട്ടൊരു കുട്ടി മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒരു ഗവൺമെൻറ് ആശുപത്രി ചെന്നപ്പോൾ അവിടുത്തെ RMO 200 രൂപ ചോദിച്ചു വാങ്ങി. ഇതൊക്കെ നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളാണ്. ഇതിനെല്ലാം ഒരു അറുതി വരുത്തണം. അവർക്ക് ശമ്പളം കൊടുത്ത് അവരെ അവിടെ ഇരുത്തിയിരിക്കുന്നത്, ഡോക്ടർമാരെ അവിടെ ഇരുത്തിയിരിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനാണ്. പരിശോധിക്കുക മാത്രമല്ല, പരിശോധിച്ചതിന് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അതും കൊടുക്കണം. അത് അവരുടെ ബാധ്യതയാണ്, അവരുടെ കർമ്മമാണ്, അവരുടെ ജോലിയുടെ ഭാഗമാണ്. അതിനാണ് സർക്കാർ ശമ്പളം കൊടുക്കുന്നത്. പൊതുഖജനാവിൽ നിന്ന് ശമ്പളം കൈനീട്ടി വാങ്ങിയതിന് ശേഷം ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് ചെല്ലുന്നവരുടെ മുമ്പിൽ ഇരന്നു വാങ്ങുന്നത് അത് നല്ലതല്ല. അതിന് കടിഞ്ഞാണിടണം. അതിനിവിടെ ബന്ധപ്പെട്ട മന്ത്രിമാരും വകുപ്പുകളും മേലുദ്യോഗസ്ഥരുമാരും അത് ശ്രദ്ധിക്കണം.